സൈക്കോളജിയിലെ ഒരു സൂപ്പർ സ്പെഷ്യലൈസേഷനാണ് ന്യൂറോ സൈക്കോളജി എന്ന് പറയുന്നത്. ഇപ്പോൾ ഡിമെൻഷ്യ ആണെങ്കിലും എപ്പിലെപ്സി ആണെങ്കിലും ഓട്ടിസം ആണെങ്കിലും ഇങ്ങനെ തുടങ്ങി മനുഷ്യന്റെ മനസ്സിന്റെ അല്ലെങ്കിൽ ബ്രെയിനിന്റെ വ്യത്യസ്തതകളെ മനസ്സിലാക്കുന്നതാണ് ശരിക്കും ന്യൂറോ സൈക്കോളജി. ന്യൂറോ സൈക്കോളജിസ്റ്റുകളെ ഒരുപാട് ആളുകൾക്ക് ആവശ്യമുണ്ട്. ഹോസ്പിറ്റലുകൾക്ക്, ഇന്റർനാഷണൽ ഹോസ്റ്റലുകളിലേക്ക്, സ്പെഷ്യൽ സ്കൂളുകളിലേക്ക്, കോർപ്പറേറ്റ് കമ്പനികളിലേക്ക്, അഡ്വർടൈസിങ് ഇൻഡസ്ട്രീസുകളിലേക്ക് ഒക്കെ ആവശ്യമുള്ള ആളുകളാണ് ശരിക്കും ന്യൂറോ സൈക്കോളജിസ്റ്റുകൾ എന്ന് പറയുന്നത്. ഏറ്റവും നല്ല ഒരു എക്സ്പീരിയൻസ് മീൻസ് ഒരു 5 ഇയർ എക്സ്പീരിയൻസ് കൂടെയൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മിനിമം ഒരു 2 ലക്ഷം 3 ലക്ഷം രൂപയൊക്കെ കൗൺസിലിംഗിൽ തന്നെ ഫീസായിട്ട് നിങ്ങൾക്ക് നേടാൻ കഴിയുന്ന ഒരു ഏരിയ കൂടിയാണ് ശരിക്കും സൈക്കോളജിയുടെ ഈ സ്പെഷ്യലൈസേഷനായ ന്യൂറോ സൈക്കോളജി എന്ന് പറയുന്നത്. പക്ഷേ അവിടേക്ക് നിങ്ങൾ പഠിച്ചെത്തുക എന്ന് പറയുന്നത് നിരന്തരമായ ഒരു പ്രയത്നം തന്നെയാണ്. അതായത് സൈക്കോളജിയിൽ ഡിഗ്രി എടുക്കുക, എന്നിട്ട് PG എടുക്കുക, ന്യൂറോ സൈക്കോളജിയിൽ നിങ്ങൾ നല്ല സ്ഥാപനങ്ങളെ ഫോക്കസ് ചെയ്തിട്ട് PhD എടുക്കുക. അങ്ങനെ നിങ്ങൾ അതിൽ കുറച്ച് റിസർച്ചുകളൊക്കെ ചെയ്ത് വരണം. ഇതൊരു തമാശ കളിയല്ല എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഭാഗം എന്ന് പറയുന്നത്. സൈക്കോളജി എല്ലാവരും ചെയ്യാറുണ്ട്. ഒരു സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവൻ ഇപ്പോൾ സൈക്കോളജിസ്റ്റ് ആണ്. പക്ഷേ ന്യൂറോ സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ സിമ്പിളായിട്ട് കാണാൻ പറ്റുന്ന ഒന്നല്ല എന്നർത്ഥം. അതുകൊണ്ട് നല്ല സാധ്യതകൾ ഉണ്ടാകുന്ന ഒന്നാണ് ന്യൂറോ സൈക്കോളജിസ്റ്റ്. എനിവേ, ഓൾ ദ ബെസ്റ്റ്.